നമുക്ക് നല്ലൊരു തിരുവനന്തപുരം സ്റ്റൈൽ തേങ്ങ അരച്ച മീൻ കറി വെക്കാം. നോക്കാം. ഇപ്പോൾ വായോ. അതാണ്ട് നല്ല മുരള് ഫ്രഷ് മീനാണ്, നല്ല പച്ച മീനാണ്, മുരള് മീനാണ്. അപ്പോൾ അതിലേക്കിടാൻ ഇഞ്ചിയും മുരിങ്ങയ്ക്ക, മുളക്, ഉണ്ടമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അതോടൊപ്പം ദാണ്ട് 2 മീൻപുളി ഇടുന്നുണ്ട്, അതായത് കുടംപുളി. പിന്നെ ദാണ്ട് ഇത് നമ്മുടെ ഉണക്കമാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കുറച്ച് ഇടുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വേണം. തേങ്ങ അരച്ചാണ് തിരുവനന്തപുരം സ്റ്റൈലിൽ മീൻ കറി വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. തേങ്ങ എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റാണ്. പക്ഷെ കൂടിപ്പോയാൽ ഭയങ്കരമായിട്ട് കറി കൊഴുത്തുമായിരിക്കും. അപ്പം തേങ്ങ എടുക്കുന്നുണ്ട്. ആ തേങ്ങയിലേക്ക് ഒരു 2 കഷ്ണം കൊച്ചുള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് അരച്ചെടുത്ത ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും മീൻ കറിക്ക്. അപ്പോൾ അങ്ങനെയാണ് മീൻ കറിക്ക് അരയ്ക്കേണ്ടത്. അങ്ങനെ അരയ്ക്കുന്നതാണ് ടേസ്റ്റ്. അപ്പം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് അരപ്പങ്ങ് നമുക്ക് അരച്ചെടുക്കാമേ. അപ്പം തേങ്ങയിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, കൊച്ചുള്ളി ഇട്ട് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്യാസ് കത്തിച്ച് അല്ലെങ്കിൽ അടുപ്പ് കത്തിച്ച് ഒരു മീൻചട്ടി വെക്കാം. മീൻചട്ടിയിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ മീൻചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് പാം ഓയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ടേസ്റ്റാണ്, പക്ഷേ ഞങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാത്തിനും കടുക് വറുക്കാനുള്ള എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് പാം ഓയിലായതുകൊണ്ടാണ് ഞാൻ പാം ഓയിൽ എടുക്കുന്നത്. പിന്നെ പാം ഓയിൽ എടുത്ത് എണ്ണ ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള പൊടികൾ എടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉലുവാപ്പൊടി. മീനിൻ്റെ മെയിൻ സാധനം ഉലുവാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഉലുവാപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആണെങ്കിൽ 2 ടീസ്പൂൺ മുളക് പൊടി എന്ന അളവിൽ വേണം ആ പൊടികളിടാൻ. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ മുരിങ്ങയ്ക്ക, തക്കാളിക്ക, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ ഉണക്ക മാങ്ങ ഉണ്ടായിരുന്നു. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മറ്റേ പുളി ഉണ്ടല്ലോ, ഏത് പുളിയാണ്, നമ്മുടെ മറ്റേ ഇരുമ്പം പുളി എന്നൊക്കെ ഇവിടെ പറയും, ആ പുളി വേണമെങ്കിൽ അതും ഇടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടണം. നന്നായിട്ട് മൂക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പം നമുക്കതിലേക്ക് നമ്മുടെ പൊടികളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, ഇത്തരം പൊടികളൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പൊഴിച്ചെടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മുടെ തേങ്ങയുടെ അരപ്പ് നമുക്ക് ഈ മൂത്ത നമ്മുടെ പൊടികളുടെ പച്ചമണം എല്ലാം മാറ്റുമ്പോൾ നമ്മുടെ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അരപ്പൊഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാമേ. എന്നിട്ട് നമുക്കത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി ഉപ്പ് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരം സ്റ്റൈലിൽ വെക്കുന്ന ഏത് മീൻ കറി ആയാലും ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പം ഞാൻ ഈ രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. എൻ്റെ രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഏത് മീനാണെങ്കിലും ഇങ്ങനെയാണ് വെക്കുന്നത്. മീൻ വ്യത്യാസം വരുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇന്ന് വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ മുരളായിരുന്നു. അപ്പം മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുകയാണ്. മീൻ കറി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം ഒരു ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കുക കേട്ടോ. ഏകദേശം ഒരു 15-20 മിനിറ്റ് മതിയെ മീൻ കറി വെന്ത് കിട്ടാൻ. അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. അതോടൊപ്പം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വേറൊരു വീഡിയോയുമായി ഇതേ സമയം വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.